കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 596. സൂറത്തുൻ നഹൽ ആയത്തുകൾ 36 മുതൽ 50 വരെ, പേജ് നമ്പർ 936. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أن اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين إن تحرص على هداهم فإن الله لا يهدي من يضل وما لهم من ناصرين وأقسموا بالله جهد أيمانهم لا يبعث الله من يموت بلى وعدا عليه حقا ولكن أكثر الناس لا يعلمون ليبين لهم الذي يختلفون فيه وليعلم الذين كفروا أنهم كانوا كاذبين إنما قولنا لشيء إذا أردناه أن نقول له كن فيكون والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون الذين صبروا وعلى ربهم يتوكلون وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون أو يأخذهم في تقلبهم فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف رحيم أولم يروا إلى ما خلق الله من شيء يتفيأ ظلاله عن اليمين والشمائل سجدا لله وهم داخرون ولله يسجد ما في السماوات وما في الأرض من دابة والملائكة وهم لا يستكبرون يخافون ربهم من فوقهم ويفعلون ما يؤمرون.
കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 597, സൂറത്തുൻ നഹൽ ആയത്ത് 36, പേജ് നമ്പർ 936. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, നിശ്ചയമായും ഓരോ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅ്ബുദുല്ലാഹ, എന്തെന്നാൽ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. ഇബാദത്ത് എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി പ്രവാചകൻ പറഞ്ഞു. പ്രാർത്ഥനയാണ് ആരാധന. അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരും അള്ളാഹു ഏൽപ്പിച്ച പ്രകാരം പ്രബോധനം ചെയ്തത് ആരാധന അള്ളാഹുവിന് മാത്രം എന്നാണ്. അപ്പോൾ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം, നേർച്ചക്കാരെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങളിൽ നേർച്ചക്കാരോടുള്ള പ്രാർത്ഥന വരാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നതിൻ്റെ ചുരുക്കസാരം ഇതാണ്. ഭൂമുഖത്ത് ജീവിച്ച എല്ലാ സമുദായങ്ങളിലും പ്രവാചകന്മാർ മുഖ്യമായി പഠിപ്പിച്ച വിഷയവും ഇത് തന്നെ. ദുർമൂർത്തികളെ നിങ്ങൾ വെടിയുകയും ചെയ്യുവീൻ. അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ കൈവെടിയണം. അതിലേറ്റവും പ്രധാനം പിശാച്ചാണ്. പിശാച്ചിൻ്റെ പ്രതിരൂപമായ വിഗ്രഹങ്ങളും പിശാച്ചിനെ ദ്രോഹിക്കാനും സഹായിക്കാനും കഴിവുണ്ടെന്ന് വിശ്വസിച്ച് ജനം പിശാചിനെ ആരാധിക്കുന്നുണ്ട്. പുണ്യാത്മാക്കളുടെ സ്മാരകങ്ങളായി വെച്ച വസ്തുക്കളെയും ജനം ആരാധിക്കുന്നുണ്ട്. അഭൗതികമായ അറിവും കഴിവും ഉണ്ടെന്ന് കരുതി മന്ത്രവാദികളെയും ആഭിചാരക്കാരെയും നമുക്ക് കണക്ക് നോക്കുന്നവരെയും മനുഷ്യർ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതെല്ലാം ഉപേക്ഷിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അഭൗതികമായ അറിവും കഴിവും ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. അഭൗതികമായ അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഗുണദോഷങ്ങൾ വരുത്തുമെന്ന് വിശ്വസിച്ച് മനുഷ്യർ ബഹുമാനിക്കുന്നവ ത്വാഗൂത്തുകളാണ്. ഇത്തരം സ്നേഹാദരവുകൾ തൃപ്തിപ്പെട്ട് ദിവ്യത്വം ചമയുന്നവരും ത്വാഗൂത്തുകളാണ്. ഇവിടെ ചിലർ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥം വെക്കുകയും അനിസ്ലാമിക നിയമസംഹിതയനുസരിച്ച് വിധി കൽപ്പിക്കുന്ന ഭരണകൂടങ്ങളും വ്യവസ്ഥിതികളും വിഗ്രഹതുല്യമായ ദൈവങ്ങളാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യക്കാരുടെ ഭരണം വന്നതിനെപ്പറ്റി ലാത്ത പോയി മനാത്ത വന്നു എന്നത്രേ ഇത് സംബന്ധമായി അവരുടെ വ്യാഖ്യാനം. രണ്ടും വിഗ്രഹങ്ങൾ തന്നെ, രണ്ടും ത്വാഗൂത്ത് തന്നെ എന്ന വാദം അനിസ്ലാമികമാണ്. ഇബാദത്തിന് അനുസരണം എന്നർത്ഥം വെച്ചതിൽ നിന്നാണ് ഈ വാദം ഉത്ഭവിച്ചത്. പേജ് നമ്പർ 937. അത് രണ്ട് വിധമുണ്ട്. ഒന്ന്, തനിച്ച ഹറാം, അള്ളാഹുവിൻ്റെ നിയമത്തെ അവഗണിക്കുകയോ നിസ്സാരമാക്കുകയോ ചെയ്യാതെ തന്നിഷ്ടപ്രകാരം സാധാരണ പാപം ചെയ്യുന്നത് പോലെ ചെയ്യൽ, അത് ഹറാമാണ്. മറ്റ് പാപങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ. മുസ്ലിം കള്ളു കുടിച്ചാൽ പാപിയായി. കള്ളു കുടിക്കരുതെന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന നിന്ദിക്കലോ നിസ്സാരമാക്കലോ അവിടെയില്ല. ശരീരേച്ഛ മുൻകടന്നു, സൗകര്യം ലഭിച്ചു, അങ്ങനെ ചെയ്തു പോയി. അതുപോലെ അള്ളാഹുവിൻ്റെ നിയമത്തിന് എതിരായി വിധി സ്വീകരിച്ചു എന്നത് മഹാകുറ്റം തന്നെ. പക്ഷേ അള്ളാഹുവിൻ്റെ നിയമത്തിന് എതിരായി വിധി സ്വീകരിച്ചു എന്നത് പക്ഷേ അതുകൊണ്ട് കാഫിറാകുകയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ നിയമം മനഃപൂർവ്വം ധിക്കരിക്കുകയും എതിർ നിയമം മുന്തിക്കുകയും ചെയ്യുന്ന നിലയിലാണെങ്കിൽ കുഫർ തീർച്ചയാണ്. ഷിർക്ക് അല്ലാത്ത പല കാര്യങ്ങളും കുഫറായുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നൊരു മലക്കില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ കാഫിറായി. പരിശുദ്ധ ഖുർആനെതിരായ വാക്കാണത്. പക്ഷേ മുശ്രിക്ക് എന്ന് അവനെ പറയുകയില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവനാണ് മുശ്രിക്ക്. ഷിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഏതായാലും ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചിട്ട് അള്ളാഹു അല്ലാത്തവനെ അനുസരിച്ചാൽ കാഫിറായി പോകുമെന്ന വാദം ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയത് വമ്പിച്ച അപരാധമാണ്. അതിൽ നിന്ന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്. ആ വാദങ്ങൾ ഉന്നയിച്ചവർ തന്നെ അവരുടെ വാദപ്രകാരം കാഫിറുകളാണെന്ന് വരുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗം രാജിവെച്ചവർ ഇപ്പോൾ മക്കളെ ഉദ്യോഗത്തിന് വേണ്ടി പഠിപ്പിച്ച് ഉദ്യോഗം കിട്ടാൻ വേണ്ടി പെടാപ്പാടുപെടുന്നു. പറഞ്ഞതുപോലെ ചെയ്യാതിരിക്കൽ അള്ളാഹുവിൻ്റെ കഠിനമായ കോപത്തിന് കാരണമാണെന്ന് ഖുർആൻ പറയുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മളിലുണ്ട്. എന്നാൽ ഇവരിപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു കാരണം കെട്ടിച്ചമച്ചു. പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവർക്കൊട്ട് സാധിച്ചുമില്ല. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന അഥവാ പ്രാർത്ഥനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരനുസരണം ഉണ്ട്. രാജ്യവാഴ്ചയും ആധിപത്യവും ദൈവിക നിലപാടാണെന്നും
രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും അതിനാൽ രാജാവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്ന പക്ഷം ദൈവകോപവും ശാപവും ഏൽക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. ജപ്പാൻ ജനത അവരുടെ ചക്രവർത്തിയെ സംബന്ധിച്ചും തിബത്തിലെ ജനത അവരുടെ ലാമയെക്കുറിച്ചും പഴയകാലത്ത് ഈജിപ്തുകാർ അവരുടെ ഫിർഔനെ സംബന്ധിച്ചും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജനത നമ്രൂദിനെ സംബന്ധിച്ചും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നതെന്ന് പറയുന്നു. അതിനാൽ അഭൗതികമായ അടിസ്ഥാനത്തിൽ ഭക്തിപൂർവ്വം രാജാക്കന്മാരെ അവർ അനുസരിച്ചു. ഫിർഔനും നമ്രൂദും ഈ വിശ്വാസത്തിൽ ജനതയെ അനുസരിപ്പിക്കാൻ അധികാരദണ്ഡ് ഉപയോഗിക്കുകയായിരുന്നു. ഒരു ചെറിയ വിഭാഗമല്ലാതെ അത് ഉൾക്കൊണ്ടിട്ടില്ല. അധികപക്ഷവും മനസ്സിൽ തട്ടാത്ത നിർബന്ധ പരിസ്ഥിതിയിലായിരുന്നു. ഫിർഔൻ പത്നിയുടെ പ്രാർത്ഥന ഖുർആനിൽ വന്നിട്ടുള്ളതിൽ നിന്ന് ഇത് തെളിയുന്നുണ്ട്. മോചനത്തിന് സാധ്യതയില്ലാത്ത നിലയിൽ ക്രൂരമായ പീഡന വലയത്തിൽ ബന്ധിതരായിരുന്നിട്ടും ഫിർഔന്റെ പത്നിയെ വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു എടുത്തു കാട്ടുന്നു. തഹരീം 11. ഇവരുടെ ഭരണകൂടത്തിൻ്റെ ആജ്ഞകൾ തള്ളി ഒരു വിപ്ലവം നടത്താൻ പ്രവാചകന്മാർ ജനതയോട് ആഹ്വാനം ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനികൾ പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതും ഇങ്ങനെ തന്നെ. ഈ അനുസരണം പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ആരാധനയാകുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അഭൗതികമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയും ദോഷം ഭയപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥന വന്നല്ലോ. ഈ അനുസരണം ഇബാദത്താണെന്ന് പറഞ്ഞതിൻ്റെ സാരം ഇബാദത്തിൻ്റെ അർത്ഥം അനുസരണം എന്നല്ല. സുജൂദ് ഇബാദത്താണെന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ അർത്ഥം പറഞ്ഞതല്ല അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ തയ്യാറായത് വലിയ ഇബാദത്താണല്ലോ. ഇവിടെ ഇബാദത്തിൻ്റെ അർത്ഥം മകനെ അറുക്കൽ എന്നാരും മനസ്സിലാക്കുകയില്ലല്ലോ. ചുരുക്കത്തിൽ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചവർ മഹാപിഴവിലാകുന്നു. പ്രവാചകന്മാരുടെ പ്രബോധനം അട്ടിമറിക്കുകയാണ് അവർ ചെയ്തത്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന കൽപ്പന ഖുർആനിൽ വന്നിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല. മറ്റു പലരെയും ചേർത്തുകൊണ്ടാണ് ആ കൽപ്പന പൂർത്തിയാക്കിയിട്ടുള്ളത്. റസൂലിനെയെങ്കിലും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ഇബാദത്ത് അള്ളാഹുവിന് എന്ന് കൽപ്പനയിൽ എവിടെയും മറ്റാരെയും ചേർത്തിട്ടുമില്ല. മാത്രം എന്ന കണിശമായ നിബന്ധനയിലൂടെ അത് പ്രഖ്യാപിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഇബാദത്തും ഇത്വാഅത്തും അനുസരണം വ്യത്യസ്ത ആശയങ്ങളിൽ അധിഷ്ഠിതമായ പദപ്രയോഗങ്ങളാണെന്ന് സുതരം ഇവിടെ വ്യക്തമാകുന്നു. അതായത് ഇത്വാഅത്ത് അള്ളാഹുവിനുള്ള ഇത്വാഅത്ത് അത് ഇബാദത്ത് തന്നെ, അനുസരണം ഇബാദത്ത് തന്നെയാണ്. അള്ളാഹുവിനുള്ള അനുസരണം, അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ മറ്റുള്ളവരെ അനുസരിക്കുകയാണെങ്കിൽ അത് അവർക്കുള്ള ഇബാദത്തായിത്തീരും. ഒരു ഭരണകൂടം നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കാൾ പരിഗണിക്കുന്നു എങ്കിൽ അത് അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരാണ്. നിർബന്ധിതാവസ്ഥയൊന്നും ഇല്ലാഞ്ഞിട്ടും സ്വയം തൃപ്തിയോടുകൂടി അത് അനുസരിക്കുന്നു എങ്കിലും അവൻ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചു, ഷിർക്ക് ചെയ്തു എന്ന് പറയാം. അതല്ലാതെ നിർബന്ധിത സാഹചര്യത്തിൽ ഒരാൾ അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരായ നിയമത്തെ മനസ്സാംഗീകരിക്കാതെ അത് പ്രകാരം പ്രവർത്തിക്കേണ്ടി വന്നാൽ അയാൾ ഷിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ആയത്ത് തുടരുന്നു. ഫമിൻഹും മൻ ഹദല്ലാഹു, പേജ് നമ്പർ 938. അങ്ങനെ അള്ളാഹു നേർവഴിയിലാക്കിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ദ്വലാല, വഴികേട് സ്ഥിരപ്പെട്ടവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഫസിറൂ ഫിൽ അർദി, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ നോക്കുക. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 598, സൂറത്തുൻ നഹൽ ആയത്ത് 37, പേജ് നമ്പർ 938. ഇൻ തഹരിസ് അലാ ഹുദാഹു, അവർ സന്മാർഗത്തിലായിത്തീരാൻ നീ അതിയായി ആഗ്രഹിക്കുന്ന പക്ഷം അത് വെറുതെയാകുന്നു. കാരണം ഫഇന്നല്ലാഹ ലാ യഹ്ദീ മൻ യുദില്ലു, നിശ്ചയമായും വഴി പിഴപ്പിക്കുന്നവരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. ജനങ്ങളെ നിർമാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാൻ ശ്രമിക്കുന്ന പരമദുഷ്ടന്മാരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. അവർ ഹിദായത്തിനെ പുച്ഛിച്ചു തള്ളിയതിനാൽ ഇനി അവർക്കത് കൊടുക്കുകയില്ല. ആവശ്യമുള്ളവർക്ക് ഇത് കൊടുക്കുകയുള്ളൂ. വമാ ലഹും മിൻ നാസുരീൻ,
അവർക്ക് സഹായികളായി ആരും തന്നെയില്ല. ആയത്ത് 38. വഅഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവർ അങ്ങേറ്റം ഉറപ്പിച്ച് അള്ളാഹുവിൽ സത്യം ചെയ്തു പറഞ്ഞു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരണപ്പെടുന്നവരെ അള്ളാഹു പുനർജീവിപ്പിക്കുകയില്ല. ബലാ വഅദൻ അലൈഹി ഹഖ്ഖ, അങ്ങനെയല്ല, അത് അവൻ ബാധ്യതയേറ്റ സത്യമായ വാഗ്ദാനമാണ്. പുനർജീവിപ്പിക്കുമെന്ന് യഥാർത്ഥമായി തീരുമാനിച്ച് അവൻ ഭരമേറ്റിരിക്കുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക ജനങ്ങളും മനസ്സിലാക്കുന്നില്ല. ആയത്ത് 39. ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി, അവർ ഭിന്നാഭിപ്രായക്കാരായിത്തീരുന്ന വിഷയത്തിൽ അതവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി. പേജ് നമ്പർ 939. വലിയഅലമല്ലദീന കഫറൂ അന്നഹും കാനൂ കാദിബീൻ, നിഷേധികളായിട്ടുള്ളവർ തങ്ങൾ കളവ് പറയുന്നവരായിരുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയും. മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കും, തീർച്ച, അങ്ങേയറ്റം ഉറച്ച തീരുമാനമാണത്. ആർക്കും ഒരു നിലക്കും യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളുടെ സത്യം പുനരുത്ഥാനത്തിൻ്റെ അന്ന് വ്യക്തമാകും. സത്യനിഷേധികളുടെ യഥാർത്ഥ നില അവർ കളവ് പറയുന്നവരായിരുന്നു എന്ന് അവരറിയുകയും ചെയ്യും. ആയത്ത് 40. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു, ഒരു കാര്യം നാം ഉദ്ദേശിച്ചാൽ അതിനോട് നമ്മുടെ വാക്ക് അൻ നഖൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് അതിനോട് പറയുക മാത്രം, അപ്പോൾ അതുണ്ടായി കഴിയും. ആയത്ത് 41. വല്ലദീന ഹജറൂ ഫില്ലാഹി മിൻ ബഅദി മാ ദുലിമു, ആക്രമിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നാട് വിട്ടവരാരോ അവർ. ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയാ ഹസന, ഇഹലോകത്ത് അവരെ നല്ല നിലയിൽ നാം കുടിയിരുത്തുന്നതാകുന്നു. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് സ്വദേശം വെടിഞ്ഞവർക്ക് മുമ്പത്തേക്കാൾ സൗകര്യം നാം ഏർപ്പാട് ചെയ്തു കൊടുക്കും. വല അജ്റുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ, പരലോകത്തെ പ്രതിഫലം ഏറ്റവും മഹത്തായതാകുന്നു അവർ അറിയുമായിരുന്നെങ്കിൽ. ഭൂമിയിൽ അവരുടെ പാർപ്പിടങ്ങളും സ്വദേശവും നഷ്ടപ്പെട്ടതിന് പകരം കൂടുതൽ സൗകര്യപ്രദമായ പാർപ്പിടങ്ങൾ ഭൂമിയിൽ തന്നെ അവർക്ക് അള്ളാഹു കൊടുക്കുകയും പരലോകത്ത് വളരെ മഹത്തായ സുഖ സൗകര്യങ്ങളോടും അലങ്കാരങ്ങളോടും കൂടിയ പാർപ്പിടങ്ങൾ നൽകുന്നതുമാണ്. നരകശിക്ഷയിൽ നിന്നും മോചനം നൽകി ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്ന ആളെപ്പറ്റി സ്വഹീഹായ ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവാൻ അള്ളാഹു അനുവാദം കൊടുക്കും. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് ഉള്ളിലേക്കൊന്ന് നോക്കും. അവിടെയൊക്കെ നിറഞ്ഞതായും കാര്യസ്ഥലം ഇല്ലെന്നും തോന്നി അയാൾ മടങ്ങും. റബ്ബേ, ഒഴിവ് സ്ഥലം ഇല്ലല്ലോ, എല്ലാം നിറഞ്ഞുപോയി എന്ന് അയാൾ പറയും. നീ അകത്ത് കടന്നു പോയിക്കോ, ഞാനല്ലേ പറയുന്നത്, ഞാൻ മഹാരാജാവാകുന്നു. നീ നോക്കിയാൽ നിന്റെ കണ്ണ് ഏതുവരെ എത്തുമോ അതും അതിൻ്റെ 10 ഇരട്ടിയും നിനക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് നീ മഹാരാജാവ് തന്നെ എന്ന് പറയും. അഹ്മദ് 79:33. ആയത്ത് 42. അല്ലദീന സബറൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സഹനം അവലംബിച്ചവരും തങ്ങളുടെ റബ്ബിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരുമായ നാടുവിട്ടു പോയവർക്കാണ് ഈ മഹത്തായ നേട്ടങ്ങൾ. അവർ സത്യം മുറുകെ പിടിച്ചത് കാരണത്താൽ വളരെയേറെ സഹിക്കേണ്ടി വന്നു. നാടും വീടും സ്വത്തും കുടുംബവുമെല്ലാം ഉപേക്ഷിച്ചു. അള്ളാഹുവിൻ്റെ പൊരുത്തവും പരലോകമോക്ഷവും മതി എന്ന് തീരുമാനിച്ചു. അവർ നാടുവിട്ടു. ഇത് വലിയ സഹനമാണല്ലോ. തുടർന്ന് എന്തൊക്കെ ഉണ്ടാകുമെന്ന് അറിയാനൊരു വഴിയുമില്ല. എന്തായാലും തിരക്കേടില്ല, അള്ളാഹു വിധിച്ചത് വരട്ടെ. സത്യത്തിനും സൂക്ഷ്മതക്കും വിഘ്നം തട്ടിപ്പോകരുത്. ഈ നിലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് മഹാവിജയം. അതായത് ഹിജറ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശത്രുക്കളുടെ അക്രമം കാരണം നിൽക്കക്കളിയില്ലാതെ സ്വന്തം നാടും വീടും ഒക്കെ വിട്ടുപോകേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ സ്വന്തം ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവർ മുഹാജിറുകളാണ്, ഹിജറ ചെയ്യുന്നവരാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഹിജറ പോയതുപോലെ. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 599, സൂറത്തുൻ നഹൽ ആയത്ത് 43, പേജ് നമ്പർ 940. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ, നിനക്ക് മുമ്പ്
പുരുഷന്മാരെയല്ലാതെ നാം നിയോഗിച്ചയച്ചിട്ടില്ല. ഒരൊറ്റ പെണ്ണിനെയും റസൂലായി അയച്ചിട്ടില്ല. ഒരു മലക്കിനെ റസൂലായി അയക്കാത്തതെന്ത് എന്ന് കാഫറുകൾ ചോദിച്ചിരുന്നു. ഈ ആയത്തിൽ മറുപടി പറയുന്നു, മുമ്പ് അയച്ചതൊക്കെ മനുഷ്യരെ തന്നെയാണ്, തന്നെയുമല്ല പുരുഷന്മാരെ മാത്രം. നൂഹി ഇലൈഹിം, അവർക്ക് നാം വഹ്യ നൽകിക്കൊണ്ടിരുന്നു. വഹ്യ നൽകുന്നത് കൊണ്ടാണല്ലോ റസൂലാകുന്നത്. അവർ സ്വന്തമായൊന്നും പറയുകയില്ല, നാം ഏൽപ്പിക്കുന്നത് മാത്രമേ പറയുകയുള്ളൂ. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വേദം മുഖേന ഉത്ബോധനം ലഭിച്ചവരോട് നിങ്ങൾ ചോദിക്കുക. ആയത്ത് 44. ബിൽ ബയ്യിനാതി വസ്സുബുർ, വ്യക്തമായ തെളിവുകളും വേദപുസ്തകങ്ങളുമായി അവരെ നാം അയച്ചു. വഅൻസൽനാ ഇലൈക ദിക്റ, ഈ സന്ദേശം നിനക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ് ഈ ഖുർആൻ. അതേറ്റുവാങ്ങി മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് മാത്രം. ആ വാചകങ്ങൾ ഓതിക്കേൾപ്പിച്ചാൽ മാത്രം പോരാ, വിശദീകരിച്ചു കൊടുക്കുകയും വേണം. ആ നിലക്കാണ് നബിയെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാതെ നമുക്ക് രക്ഷയില്ല. വിശദീകരണം നമുക്കാവശ്യമില്ല. ഖുർആനിലൂടെ വചനങ്ങൾ ഇങ്ങോട്ട് കിട്ടിയാൽ മതി എന്ന് വാദിക്കുന്നവർ റസൂലിനെയും റസൂലിനെ അയച്ച റബ്ബിനെയും ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടിയും ഖുർആനിൽ ചിന്തിച്ചു കാര്യം മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിനെ പ്രമാണമാക്കുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യണം. ആ നിലക്കാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ആയത്ത് 45. അഫ അമിനല്ലദീന മകറുസ്സയ്യാതി, അപ്പോൾ ദുഷ്തന്ത്രങ്ങൾ പ്രയോഗിച്ചവർ നിർഭയരായിരിക്കുകയാണോ? അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർദ, അല്ലാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിന്. പേജ് നമ്പർ 941. മുമ്പ് ഖാറൂന്റെ ബംഗ്ലാവും ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞതുപോലെ ഈ കുതന്ത്രശാലികളെയും ചെയ്യുകയില്ലെന്ന് കരുതി സമാധാനത്തോടെ ഇരിക്കുകയാണോ? ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അല്ലെങ്കിൽ അവർ അറിയാത്ത നിലയിൽ അവർക്ക് ശിക്ഷ വന്നെത്തുന്നതിനെ. ആയത്ത് 46. ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം, അല്ലെങ്കിൽ അവരുടെ പോക്കുവരവിൽ അവരെ പിടികൂടുന്നതിനെ. ഭയപ്പെടാതിരിക്കുകയാണോ? ഫമാഹും ബിമുഅ്ജിസീൻ, അവർ ഒരിക്കലും തോൽപ്പിക്കുന്നവരല്ല. ശിക്ഷ വരുമ്പോൾ തടുക്കുകയും രക്ഷപ്പെടുകയും ചെയ്യാൻ ആർക്കും കഴിയില്ല. നമ്മെ തോൽപ്പിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. ആയത്ത് 47. ഔ യഖുദഹും അലാ തഖവ്വുഫിൻ, അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കെ അവരെ പിടികൂടുന്നതിനെയും. അവർ ഭയപ്പെടാതിരിക്കുകയാണോ? ഇങ്ങനെ പല നിലയിലുള്ള ശിക്ഷാ നടപടികൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് അതുപോലെയൊന്നും ഉണ്ടാകുകയില്ലെന്ന് സമാധാനിക്കുവാൻ എന്ത് ന്യായം? പക്ഷേ അല്ലാഹു വളരെ ക്ഷമിക്കുന്നവനാണ്, ധൃതി കൂട്ടുകയില്ല. ഫഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, എന്നാൽ നിങ്ങളുടെ റബ്ബ് വളരെ വാത്സല്യമുള്ളവനും വളരെ കരുണയുള്ളവനുമാണ്. അതുകൊണ്ട് ഉടനെ ശിക്ഷ നടത്താതെ അവധി നീട്ടിത്തരുന്നു. നിങ്ങളിൽ അല്പമെങ്കിലും നന്മയുള്ളവർക്ക് ഖേദിച്ചു മടങ്ങുവാനും സന്മാർഗം സ്വീകരിക്കുവാനും സൗകര്യം ലഭിക്കുമല്ലോ. ആയത്ത് 48. അവലം യറൂ ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിലേക്കും അവർ നോക്കിയിട്ടില്ലേ? ലോകത്ത് വ്യാപകമായി നിറഞ്ഞു കിടക്കുന്നതും മനുഷ്യരുടെ ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ളതുമായ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചവർ ചിന്തിക്കാത്തതെന്ത്? യതഫയ്യഉ ദിലാലുഹു അനിൽ യമീനി വശമാഇൽ, അവയുടെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞു പോകുന്നത് അവർ കാണുന്നില്ലേ? അതായത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നിഴലുകൾ ഒരു ഭാഗത്തേക്കായിരിക്കും, പിന്നീട് ചെറുതായി ഉച്ചയ്ക്ക് ശേഷം മറുവശത്തേക്ക് തിരിയാൻ തുടങ്ങും. ചിലപ്പോൾ വലത്തോട്ടും ചിലപ്പോൾ ഇടത്തോട്ടും ക്രമപ്രകാരം ചാഞ്ഞു പോകും. അങ്ങനെ ഒടുവിൽ നിഴൽ തന്നെ ഇല്ലാതാകും. ഇത് നിത്യേന അനുഭവപ്പെടുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് കാരണം അനുഭവപ്പെടുന്ന അത്ഭുതങ്ങളിലൊന്നാണ് ഇത്. അള്ളാഹുവിൻ്റെ സൂക്ഷ്മമായ പ്രാപഞ്ചിക നിയമങ്ങളിൽപ്പെട്ടതാണിത്. സുജ്ജദൻ ലില്ലാഹി, അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നവരായി.
വസ്തുക്കളുടെ നിഴലുകൾ ഭൂമിയിൽ പതിക്കുന്നത് സുജൂദാകുന്നു. ഈ സുജൂദ് സൃഷ്ടികളുടെ പ്രകൃതിയാകുന്നു. പേജ് നമ്പർ 942. വഹും ദാഖിലൂൻ, അവർ എളിയവരായിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യത്യാസവും ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. പ്രകൃത്യ അവരതിന് വിധേയരാകുന്നു. നിത്യേന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? ആരാണിങ്ങനെ പ്ലാനിട്ടത്? ആ പ്ലാൻ അനുസരിച്ച് യാതൊരു വ്യത്യാസവും വരാതെ കൃത്യമായി നടത്തുന്നതാണ്. പ്ലാനിട്ടാൽ പോരല്ലോ, അതനുസരിച്ച് കാര്യങ്ങൾ നടത്തുകയും വേണ്ടേ? മനുഷ്യരിടുന്ന പ്ലാനുകൾ ഇതുപോലെ ഇത്ര കൃത്യമായി നടക്കുന്നില്ലല്ലോ. അപ്പോൾ അവൻ്റെ മുമ്പിൽ തലകുനിക്കുവാൻ മടിക്കുന്നവനെ പോലെ അഹങ്കാരിയും നിർഭാഗ്യവാനും ആരുണ്ട്? ആയത്ത് 49. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബത്തിൻ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ ജീവികൾ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നു. ആകാശത്തിൽ ജീവികളുണ്ടെന്ന് ഇവിടെ പറയുന്നു. എവിടെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. മനുഷ്യൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത് കണ്ടെത്തിയിട്ടില്ല. ചൊവ്വാഗ്രഹത്തിൽ ജീവൻ്റെ അംശങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത് കാര്യമായ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ, മലക്കുകളും സാഷ്ടാംഗം ചെയ്യുന്നു, അവർ അഹങ്കരിക്കുകയില്ല. ആയത്ത് 50. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരുടെ മേലെയുള്ള റബ്ബിനെ അവർ ഭയപ്പെടുന്നു. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നതെല്ലാം അവർ ചെയ്യുന്നു. മലക്കുകളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തിന്? സ്വയം ചെയ്താൽ പോരെ എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. മുഅ്മിനുകൾക്ക് അള്ളാഹു കൂടിക്കാഴ്ച അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച വേളയിൽ വേണമെങ്കിൽ ചോദിക്കാം. മുഅ്മിനാകാൻ ശ്രമിക്കുക.